ഓക്കെ, ഇപ്പം കേൾക്കാൻ പറ്റുന്നില്ലേ? Yes, ma'am. ഓക്കെ, അപ്പൊ സ്ക്രീന് ഞാൻ ലാസ്റ്റ് എടുത്തത് വരെയുള്ളത് ഇപ്പൊ പ്രസന്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? കാണാൻ പറ്റുന്നുണ്ടല്ലോ? Yes, ഇല്ലേ? ma'am. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഗവൺമെന്റ് കമ്പനിയും നോൺ ഗവൺമെന്റ് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതിൽ ഒന്നും കൂടി ആ പോയിന്റ് മാത്രം നോക്കിയാൽ മതി. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 51% ക്യാപിറ്റലും 51% അതിൽ കൂടുതലോ contributed by government, but as in the case of non-government company, majority of the capital were contributed by private parties. Then auditor appointment. As in the case of government company, auditors are appointed by government on the basis of advice received from CAG, Controller and Auditor General of India. But in the case of non-government company, auditors are generally appointed by board meeting. Board general body meeting ilana appoint cheyyunnathu. Then annual report. Then both the case of both the companies has to prepare their own annual report and audit report. But as in the case of government company, prepared audit report and annual report must be submitted in front of state legislature or parliament. If the company is created by central government, then such report has to be submitted in front of parliament. And if the company is created by state government, such report has to be submitted in front of state legislature. Then, as in the case of non-government company, the audit report must be submitted in front of general body. Okay. The next provision of Companies Act. As in the case of government company, the central government can make certain changes in Companies Act except the provision regarding audit. Audit ഒഴികെ ഗവൺമെന്റ് കമ്പനിയുടെ കേസിൽ കമ്പനീസ് ആക്ടിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ചേഞ്ച് വരുത്താനുള്ള റൈറ്റ് സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. കാരണം കമ്പനീസ് ആക്ട് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റാ. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന് വേണമെങ്കിൽ ഗവൺമെന്റ് കമ്പനിയുടെ കേസിൽ ചെറിയ ആക്ടിലുള്ള ചില കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ എങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് നോൺ ഗവൺമെന്റ് കമ്പനിയുടെ കേസിൽ ഒരു ആക്ടിലും കമ്പനീസ് ആക്ട് ചേഞ്ച് വരുത്താനുള്ള റൈറ്റ് സെൻട്രൽ ഗവൺമെന്റിന് ഇല്ല, നോൺ ഗവൺമെന്റ് കമ്പനിയുടെ കേസിൽ. അപ്പൊ ഇതാണ് ഗവൺമെന്റ് കമ്പനിയും നോൺ ഗവൺമെന്റ് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞത്. ദെൻ മെറിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്, ഈസി ടു ഫോം, അതായത് ഗവൺമെന്റ് തുടങ്ങുന്നതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അല്ലെ നമ്മളെ കൺട്രിയിലുള്ള എൻഡിയർ മാറ്റേഴ്സും കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെന്റ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് വിചാരിച്ചാൽ കമ്പനികൾ തുടങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല. ഈസി ടു ഫോം ആണ്. അത് പാർലമെന്റിലൊക്കെ പാസ്സാക്കിയാൽ ആ കമ്പനി പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഈസി ഫോർമേഷൻ ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ അഡ്വാൻറ്റേജ് പറയുന്നുണ്ടെങ്കിൽ പറയുന്നത് പോലെ എളുപ്പം നല്ലൊരു ഗവൺമെന്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ളത് നിങ്ങൾ ഓർമ്മിക്കുക. Then easy to bring changes in the constitution. അതായത് ഗവൺമെന്റ് കമ്പനിയുടെ കേസിൽ ഗവൺമെന്റ് ആണ് അതിന്റെ ഓണർ. അതുകൊണ്ട് തന്നെ സാധാരണ കേസിൽ ഒരു കമ്പനിയുടെ മെമ്മോറാണ്ടത്തിലോ ആർട്ടിക്കിളിലോ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ രജിസ്ട്രാർ പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ ഇവിടെ ഗവൺമെന്റ് തന്നെയാണ് ഗവൺമെന്റ് കമ്പനിയുടെ ഓണർഷിപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിളിലോ മെമ്മോറാണ്ടത്തിലോ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നത് അത് എളുപ്പമാണ്. പക്ഷെ ഒരു സോൾ ട്രേഡറെ സംബന്ധിച്ചോ അല്ലെങ്കിൽ എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസിനെ സംബന്ധിച്ച് സോൾ ട്രേഡർ വേണ്ട, നമ്മളെ ബാക്കിയുള്ള നമുക്ക് എടുക്കാം. കോപ്പറേറ്റീവ് സൊസൈറ്റി, അതേപോലെ തന്നെ എന്താണ് അതർ കമ്പനി, അതിന്റെയൊക്കെ കേസില് ആർട്ടിക്കിളൊക്കെ ചേഞ്ച് വരുന്നത് പോസിബിൾ അല്ല. പക്ഷെങ്കിൽ ഈ ഒരു കേസിൽ ഗവൺമെന്റ് കമ്പനിയുടെ കേസിൽ ഗവൺമെന്റ് തന്നെയാണ് അതിൽ ചേഞ്ച് വരുത്തേണ്ടത്. അപ്പൊ അത് എളുപ്പത്തിൽ ഈസി ടു ബ്രിങ് ചേഞ്ചസ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ഫെസിലിറ്റേറ്റ് ടേക്കിംഗ് ഓവർ എ റണ്ണിങ് എന്റർപ്രൈസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ടേക്ക് ഓവർ അതായത് എക്വിസിഷൻ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നിലവിലുള്ള ഒരു കമ്പനീനെ ഏറ്റെടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഒരു കമ്പനി വേണമെങ്കിൽ നിലവിലുള്ള ഒരു ലോസിൽ പോകുന്ന ഒരു കമ്പനി, പൂട്ടിപ്പോകാനാവുന്ന ഒരു കമ്പനി, ആ കമ്പനീനെ വേണമെങ്കിൽ ഗവൺമെന്റ് കമ്പനികൾക്ക് ഏറ്റെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾക്ക് ഇവിടെ കണ്ടില്ലേ നിങ്ങൾ. ഫോർ എക്സാമ്പിൾ, ആഫ്റ്റർ എക്വയറിംഗ് ദി ഇക്വിറ്റി ഓഫ് ദി ബർമ ഷെൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഗവൺമെന്റ് അത് ഏറ്റെടുത്തു. നമ്മളെ ഗവൺമെന്റ് അത് ഏറ്റെടുത്തിട്ടുണ്ട്. ചേഞ്ച്ഡ് ദർ നെയിം ടു ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. കണ്ടില്ലേ, നമ്മൾ ആദ്യം ഇപ്പം നമ്മൾ പറയുന്ന ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് ആദ്യം ഒരു പ്രൈവറ്റ് കമ്പനി ആയിരുന്നു. അതിന്റെ പേരാണ് ബർമ ഷെൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അപ്പൊ അത് ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കും, ലോസിൽ റൺ ചെയ്യുന്നതായിരിക്കാം. അപ്പൊ ഗവൺമെന്റ് അതിലുള്ള ഇക്വിറ്റി ഷെയർസ് ഒക്കെ ഏറ്റെടുത്തു. ഗവൺമെന്റ് ആ കമ്പനീനെ ഏറ്റെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് അത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന പേരിൽ വന്നത്. നൗ ഓപ്പറേറ്റ് ആസ് എ ഗവൺമെന്റ് കമ്പനി. ഇപ്പൊ അതൊരു ഗവൺമെന്റ് കമ്പനി ആയിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഇതേപോലെയുള്ള എത്രയോ പ്രൈവറ്റ് സെക്ടറിലുള്ള കമ്പനീസിനെ ഗവൺമെന്റ് ഏറ്റെടുത്ത് ഗവൺമെന്റ് കമ്പനി ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്.
അപ്പൊ അതാണ് ഫെസിലിറ്റേറ്റ് ടേക്കിംഗ് ഓവർ എ റണ്ണിങ് എന്റർപ്രൈസ്. നിലവിലുള്ള ഒരു ബിസിനസ്സിന് എന്താ പറയാ ഏറ്റെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ടേക്ക് ഓവർ നടത്തുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? ആലോചിച്ച് നോക്കി. ഇപ്പം ബർമാഷൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനീനെ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടാണ് അതിന് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ പേര് കൊടുത്തേന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ ഇത് ഈ ഒരു ടേക്ക് ഓവർ അല്ലെങ്കിൽ എക്വിസിഷനില് ഈ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാ ആലോചിച്ചിട്ട് പറയൂ. നമുക്ക് അടുത്ത ടോപ്പിക് എടുക്കാലോ. എന്തായിരിക്കും അഡ്വാൻറ്റേജ്? എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഇല്ലാണ്ട് ഗവൺമെന്റ് ഏറ്റെടുക്കൂലല്ലോ. എന്തൊക്കെ അഡ്വാൻറ്റേജ് കിട്ടുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഒരു ഗവൺമെന്റ് അല്ലെ, നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഇപ്പൊ ഓൾറെഡി റൺ ചെയ്യുന്ന ഒരു കമ്പനീനെ നിങ്ങളിപ്പോ ഒരു ബിസിനസ് ആയി ഏറ്റെടുക്കും. നിങ്ങളിപ്പോ ഒരു ബിസിനസ് ആയിട്ട് നിലവിലുള്ള ഒരു കമ്പനീനെ നിങ്ങൾ അത് വാങ്ങുന്നു, പർച്ചേസ് ചെയ്യുന്നു. അപ്പൊ ഉള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാ? ഓൾറെഡി അത് ഫോം ആയിട്ടുള്ള കമ്പനി ആയതുകൊണ്ട് വെരി ഗുഡ്. ഓൾറെഡി ദാറ്റ് ഈസ് എൻ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനി അല്ലെ. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ റിസോഴ്സസ്. അതിൽ എല്ലാം ഉണ്ടാവും, ലാൻഡ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഈ ബർമാഷൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ബിൽഡിംഗ്, ലാൻഡ്, എല്ലാ മെഷീനറി ഒക്കെ ഉള്ള ഒരു എക്സിസ്റ്റിംഗ് കമ്പനിയാ. ചില റീസൺ കൊണ്ടായിരിക്കും അത് ലോസ് പോയിട്ടുണ്ടാവും. അതായിരിക്കും ആ ബിസിനസ് സെല്ല് ചെയ്യാനുള്ള റീസൺ. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അത് ഏറ്റെടുക്കുമ്പോൾ സാധാരണ ഒരു പുതിയ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ റിസോഴ്സസിന് വേണ്ടിയിട്ട്, പുതിയ കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം ലാൻഡ് കണ്ടെത്തണം, പിന്നെ ബിൽഡിംഗ് എടുക്കണം, അതിനാവശ്യമുള്ള മെഷീനറി പ്രിക്വയർ ചെയ്യണം. അങ്ങനെ ഒരുപാട് എന്താ പറയാ ഹെവി കോസ്റ്റ് ഇൻകർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അത്. പക്ഷെ ഇവിടെ ഓൾറെഡി നിലവിലുള്ള ഒരു കമ്പനീനെ ഏറ്റെടുക്കുമ്പോൾ, ഗവൺമെന്റ് ഏറ്റെടുക്കുമ്പോൾ ആ ഒരു കോസ്റ്റ് ഒരു പരിധിവരെ കുറക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചിലപ്പോ എംപ്ലോയീസ് ഉണ്ടാവും, എഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് അടക്കമായിരിക്കും കമ്പനി ഗവൺമെന്റ് ഏറ്റെടുക്കുന്നുണ്ടാവും. അപ്പൊ പുതിയ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിലവിലുള്ള എംപ്ലോയീസിനെ വെച്ചിട്ട് തന്നെ നമുക്ക് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെ. പറഞ്ഞത് കറക്റ്റ് അല്ലേ ജാബിർ? യെസ്. ഓക്കെ. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്. ഗവൺമെന്റ് കമ്പനി ആയാലും പബ്ലിക് കോർപ്പറേഷൻസ് ആയാലും ഒക്കെ നമ്മൾക്ക് കണ്ടുവരുന്ന മെയിൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് ടേക്ക് ഓവർ ഓർ എക്വിസിഷൻ. ഓക്കെ, എക്വിസിഷൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് പകരം ഓൾറെഡി എല്ലാ ഫെസിലിറ്റി ഉള്ള, എന്താ പറയാ, ചില റീസൺ കൊണ്ട് ചിലപ്പോൾ അത് ലോസിൽ റൺ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കമ്പനീനെ ഗവൺമെന്റ് ഏറ്റെടുക്കുമ്പോൾ ഗവൺമെന്റിന് കൂടുതൽ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, അതിന്റെ ബെനിഫിറ്റ് പോസിറ്റീവ് ആയിട്ടുള്ള പെർഫോമൻസിന് വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് കാണാം ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അല്ലെ, ഇപ്പം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പൊ അതാണ് ഒരു ഗവൺമെന്റിന്റെ ഒരു അഡ്വാൻറ്റേജസിൽ പറയുന്നത്. ഗവൺമെന്റ് കമ്പനിയുടെ ഒരു അഡ്വാൻറ്റേജസ് ഫെസിലിറ്റേറ്റ് ടേക്കിംഗ് ഓവർ എ റണ്ണിങ് എന്റർപ്രൈസ്. Facilitate private participation also. നമ്മൾ already പറഞ്ഞിട്ടുണ്ട്. As in the case of government company, we know at least 51% of the capital must be compulsorily held by state government or central government. Then remaining 49% or less than 49% of share capital can be contributed from private person also. So we can say that facilitate, as in the case of government company, it also facilitate private participation. That is fourth point. പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൂടി ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, വെറും ഗവൺമെന്റിന്റെ കേസ് മാത്രമല്ല. ദെൻ ഈസി ടു ട്രാൻസ്ഫർ ഓണർഷിപ്പ്. ഈ നെക്സ്റ്റ് പോയിന്റ് വരുന്നത് ഈസി ടു ട്രാൻസ്ഫർ ഓണർഷിപ്പ് ആണ് വരുന്നത്. എന്താണ് ഈസി ടു ട്രാൻസ്ഫർ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാല്? അതാണ് നമ്മളിപ്പം പറഞ്ഞത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, LICയുടെ കേസിലൊക്കെ ആദ്യമൊക്കെ നമുക്ക് നോക്കിയാൽ LIC എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കൺട്രോളിൽ വരുന്ന ഒരു സ്ഥാപനമായിരുന്നു. പക്ഷെ ഇപ്പം ഗവൺമെന്റ് അതിന്റെ എന്താ പറയാ അതിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. 51% എന്നുള്ളത് 75% ഒക്കെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ മീനിങ് എപ്പോ വേണമെങ്കിലും ഗവൺമെന്റ് വിചാരിച്ചാല് ഗവൺമെന്റിന്റെ ഷെയർ പ്രൈവറ്റിന് എന്താണ് സെയിൽ ചെയ്യുന്നതിലോ പ്രൈവറ്റിന് ഇൻവൈറ്റ് ചെയ്യുന്ന ആ പ്രപ്പോർഷൻ മാറ്റുന്നതിലോ ഒന്നും ബുദ്ധിമുട്ടില്ല. ഈവൻ 90% ഒക്കെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ പല ഏരിയയിലും ഇപ്പൊ നമ്മളെ ഇന്ത്യ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് പല ബിസിനസ്സിലും 90% ഒക്കെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, എന്തിനു പറയുന്നത് 100% പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ പോലും പല ഇൻഡസ്ട്രീസിൽ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഗവൺമെന്റ് കമ്പനി 100% പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇൻ ഫ്യൂച്ചർ who will be the real owner of such company? Is it government or some other private person? If the government invite 100% private participation in private person അല്ലെ, 100% private participation എന്ന് പറയുമ്പോൾ in that case government has no any particular role.
ഒരു ഗവൺമെന്റിന് യാതൊരു റൂൾസും എന്താ റോളൊന്നും ഉണ്ടാവില്ല. 1 കോടിയാണ് ക്യാപിറ്റൽ എങ്കിൽ 1 കോടിയും പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ കമ്പനീന്റെ ശരിക്കുള്ള ഓണർ ആരായിരിക്കും? പ്രൈവറ്റ് പേഴ്സൺ ആയിരിക്കും. അപ്പൊ ഈസി ടു ട്രാൻസ്ഫർ ഓണർഷിപ്പ്, ഫ്ലെക്സിബിൾ ആണ്. ഓണർഷിപ്പ് എപ്പോ വേണമെങ്കിലും മാറ്റുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതാണ് ഈസി ടു ട്രാൻസ്ഫർ ഓണർഷിപ്പിൽ വരുന്നത്. ദെൻ മോർ ഓട്ടോണമി. മോർ ഓട്ടോണമി എന്ന് നമ്മൾ നേരത്തെ ഗവൺമെന്റ് പബ്ലിക് കമ്പനിയുടെ കേസിലും പറഞ്ഞിട്ടുണ്ട്. മോർ ഓട്ടോണമി, സെൽഫ് സഫിഷ്യൻസി ഉണ്ട്, ഫ്രീഡം ഉണ്ട്. പക്ഷെ നമ്മളെ ഡിസഡ്വാൻറ്റേജ് വരുമ്പോഴേ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്നത് കാണാം. അപ്പൊ അതാണ് ഫ്രീഡം കിട്ടുന്നുണ്ട്, സെൽഫ് സഫിഷ്യൻസി ഉണ്ട്, ഗവൺമെന്റ് ആണ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ എല്ലാത്തിലും ഒരു ഫ്രീഡം കിട്ടുന്നുണ്ട്. എല്ലാ ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ അവരെ സ്വന്തം രീതിയിൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. ദെൻ ഫ്ലെക്സിബിലിറ്റി പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇതെല്ലാം നമ്മൾ പബ്ലിക് കോർപ്പറേഷന്റെ കേസിലും അഡ്വാൻറ്റേജ് പറഞ്ഞതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിമിറ്റേഷൻ നിങ്ങൾ നോക്കൂ. ലിമിറ്റേഷൻ നമ്മൾ പറയുന്നത് ഇവയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാല്, അതായത് ഇവിടെ എല്ലാത്തിനും ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ എല്ലാ കാര്യത്തിലും അപ്രൂവൽ ഓഫ് പാർലമെന്റ് അല്ലെ. സെൻട്രൽ ഗവൺമെന്റിന്റെ കമ്പനി ആണെങ്കിൽ പാർലമെന്റിന്റെ പെർമിഷൻ വേണം. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെ ഇപ്പൊ ഒരു കാര്യം പാസ്സാക്കാൻ വേണ്ടി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അത് അപ്രൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി ഈ പറയുന്ന പാർലമെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ അംഗീകരിച്ചാൽ മാത്രമേ ഒരു കാര്യം ഈ ബിസിനസ്സിൽ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഒരു ഇന്നവേറ്റീവ് ആയിട്ടുള്ള എന്ത് ചെയ്യണമെങ്കിലും അവിടുത്തെ ഓഫീസേഴ്സിന് മാത്രം വിചാരിച്ചാൽ നടക്കത്തില്ല. അത് പാർലമെന്റിന്റെ സ്പെഷ്യൽ പെർമിഷൻ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ കൂടി അത് പാർലമെന്റിന്റെ പെർമിഷൻ ഇല്ലാതെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ അതൊരു ലിമിറ്റേഷൻ ആയിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഇപ്പൊ ഗവൺമെന്റിന്റെ ഒരു അപ്രൂവല് ഇപ്പൊ നാളെ നടക്കേണ്ട അല്ലെങ്കിൽ വിത്തിൻ 1 വീക്ക് പെർഫോം ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കും. അതിന് ഗവൺമെന്റിന്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് കൊടുത്താൽ ചിലപ്പോൾ 1 മന്തോ 2 മന്തോ ഒക്കെ അത് പാർലമെന്റിൽ പാസ്സാക്കാൻ വേണ്ടി കുറെ ഡിലേ ആകും. അപ്പൊ ആ ഒരു ടൈമിനുള്ളിൽ ചിലപ്പോൾ നമ്മളെ ഒരു ബിസിനസ് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് പറഞ്ഞത് ഇവയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി. ദെൻ ഗവൺമെന്റ് ഇന്റർഫിയറൻസ് ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വി ആർ ടോക്കിംഗ് അബൌട്ട് ഗവൺമെന്റ് എന്റർപ്രൈസസ് അല്ലെ, പബ്ലിക് എന്റർപ്രൈസ് ആണ് നമ്മൾ പഠിക്കുന്നത്. എപ്പോഴും ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് ഉണ്ടാവും. സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കമ്പനി ആയാൽ കൂടി നമ്മൾ ആലോചിച്ച് നോക്കുക, കേരള ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്പനി ആണെങ്കിൽ കൂടി സെൻട്രൽ ഗവൺമെന്റിന് ഇന്റർഫിയറൻസ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ നിങ്ങൾക്ക് എല്ലാം അറിയുന്നതാ. ഇപ്പൊ എല്ലാത്തിലും സെൻട്രൽ ഗവൺമെന്റ് ഇന്റർഫിയറൻസ് നമ്മൾ റീസെന്റ് ആയിട്ട് കാണുന്നുണ്ട് എല്ലാ കമ്പനികളിലും. അതായത് നമ്മളെ കണ്ണൂർ എയർപോർട്ട് ഇപ്പം നമ്മൾ എന്താ പറയാ ഓഡിറ്റ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഓഡിറ്റ് അവര് ആൾക്കാർ വന്ന് ഓഡിറ്റിംഗ് നടത്തുന്നു. അപ്പൊ ഗവൺമെന്റ് കമ്പനികളാണെങ്കിൽ ഗവൺമെന്റിന് ഇന്റർഫിയറൻസ് അത് എപ്പോഴും വേണമെങ്കിലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഫിയർ ഓഫ് പബ്ലിക് അക്കൗണ്ടബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതും പബ്ലിക് ഗവൺമെന്റ് കമ്പനിയാണ്. ഗവൺമെന്റിന്റെ പൈസ എങ്ങനെയാ? ഗവൺമെന്റ് ആണ് 51% ഷെയർസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു. ഹൗ ഗവൺമെന്റ് ഗെറ്റ് ദിസ് ടൈപ്പ് ഓഫ് എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട്? എങ്ങനെയാ ഗവൺമെന്റിന് പൈസ കിട്ടുക? വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ ടു ദി ഗവൺമെന്റ്? എന്താണ് ഗവൺമെന്റിന്റെ വരുമാനം? എന്താ? ടാക്സ്. യെസ് അല്ലെ, നമ്മളെ പോലെയുള്ള ആൾക്കാർ കൊടുക്കുന്ന ഇൻകം ടാക്സും പിന്നെ എന്താ പറയാ ബിസിനസ് ഒക്കെ കൊടുക്കുന്ന സെയിൽസ് ടാക്സ്, GST അതൊക്കെയാണ് ഗവൺമെന്റിന്റെ മേജർ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ കമ്പനി ഗവൺമെന്റ് ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗവൺമെന്റ് കമ്പനി പബ്ലിക്കിനോട് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. കൃത്യമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ടും അക്കൗണ്ടിംഗ് റിപ്പോർട്ടും ഒക്കെ പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഫിയർ ഓഫ് പബ്ലിക് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാല്. ദെൻ പബ്ലിക് ക്രിറ്റിസിസം. പബ്ലിക് ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ എന്താ? പബ്ലിക് ക്രിറ്റിസിസം അതായത് ഇപ്പൊ ഒരു കമ്പനി നഷ്ടത്തിലാണെന്ന് കണ്ടാൽ അത് കമ്പനീന്റെ കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു കമ്പനി, ആ സ്റ്റേറ്റ് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ അത് പാർലമെന്റിൽ ആൻസർ പറയേണ്ടി വരും. പാർലമെന്റില് പിന്നെന്താ പറയാ ഓപ്പോസിറ്റുള്ള ആൾക്കാരോ അല്ല ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ക്വസ്റ്റ്യൻ ആൻസർ ആ കമ്പനിയുടെ പെർഫോമൻസ് അവരെ വിലയിരുത്തുന്നത്. അപ്പൊ അവിടെ പബ്ലിക് ക്രിറ്റിസിസം വരാനുള്ള ചാൻസ് ഉണ്ട്. കമ്പനിക്കെതിരായിട്ട് കുറെ കാര്യങ്ങൾ ചിലപ്പോ ഉള്ള കാര്യങ്ങളായിരിക്കാം, ചിലപ്പോ ഇല്ലാതായിരിക്കാം. അതൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ പറ്റിയിട്ട് ഇത്ര നാള് പോസിറ്റീവ് ഉള്ളത് പെട്ടെന്ന് ഒരു സമയത്ത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടാ പിന്നെ പണ്ടുണ്ടായ പോസിറ്റീവ് ഒന്നും ആരും പറയണമെന്നില്ല അല്ലെ. പിന്നെ മുഴുവൻ നമ്മൾ കേൾക്കുന്നത് ആ ഒരു കമ്പനീന്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവില്ല. അപ്പൊ പബ്ലിക് ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടി വരും. കാരണം ഇതൊരു ഗവൺമെന്റ് കമ്പനിയാണ്. പബ്ലിക്കിന്റെ എമൗണ്ട് വെച്ചിട്ടാണ് ഈ ഗവൺമെന്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ അതേപോലെ തന്നെ ലാക്ക് ഓഫ് പ്രൊഫഷണൽ മാനേജ്മെന്റ്.
പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് കമ്പനിയാണ്. എംപ്ലോയീസ് ഒന്ന് സെലക്ട് ചെയ്യുന്നത് എന്താ പറയാ ഗവൺമെന്റ് സെർവന്റ് ഒന്നും അല്ല, കമ്പനീന്റെ റൂൾസിന് കണക്കായിട്ടുള്ള ആൾക്കാരെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഒക്കെ വെച്ചിട്ട് അതിന് ഫിറ്റ് ആകുന്ന ആൾക്കാരെയാണ് സെലക്ട് ചെയ്യുന്നത്. ഫേവറിസം ഒക്കെ നമുക്ക് കൂടുതലായി കാണാം. നമ്മളിപ്പം ഗവൺമെന്റ് കമ്പനിയുടെ കേസിലൊക്കെ നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഈ ഗവൺമെന്റിന്റെ അവസാന സമയത്ത് അല്ലെ PSCയിലൊക്കെ നമ്മള് ട്രിവാൻഡ്രത്തൊക്കെ ഒത്തിരി ആൾക്കാർ സമരമൊക്കെ ചെയ്ത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? നമ്മളെ മന്ത്രിമാരൊക്കെ പല ആൾക്കാർ അവരെ സ്ഥാപനങ്ങളിൽ അവര് ഏറ്റവും ടോപ്പിൽ വരുന്ന പല പബ്ലിക് സെക്ടറും ഗവൺമെന്റ് കമ്പനികളിലൊക്കെ അവരെ ആൾക്കാരെ ജോലിക്ക് കയറ്റിയത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ അതാണ് ലാക്ക് ഓഫ് പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാല്. മാനേജ്മെന്റിന്റെ കേസിലൊന്നും ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റ് ഒന്നും ആവണമെന്നില്ല. കാരണം അവർക്ക് ഫേവർ ആയിട്ടുള്ള ആൾക്കാർ അവരെ ഓരോ സ്ഥാപനങ്ങളിൽ എംപ്ലോയീസ് ആയിട്ട് എപ്പോഴും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മാനേജ്മെന്റിന്റെ കേസിന് പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്നൊന്നും പറയാനില്ല. മാനേജ്മെന്റ് എന്ന പ്രൊഫഷണൽ എന്ന് പറയണ്ടെങ്കിൽ MBA അങ്ങനെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എല്ലാം കിട്ടിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അല്ല വരുന്നത്. പക്ഷെ നമ്മള് പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസിൽ അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ മാനേജ്മെന്റ് എക്സ്പെർട്ട് ഒക്കെ ഉണ്ടാവുന്നത് പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസിലായിരിക്കും rather than this type of ഗവൺമെന്റ് ഓർഗനൈസേഷൻ. ബിക്കോസ് എന്തുകൊണ്ടാണ്? പ്രൈവറ്റ് സെക്ടറിൽ അവരെ മെയിൻ എയിം പ്രോഫിറ്റ് ആണ് അല്ലെ. പ്രൈവറ്റ് സെക്ടറിലുള്ള മെയിൻ എയിം എന്താ? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലെ. അപ്പൊ പ്രോഫിറ്റ് കൂടുതൽ കിട്ടണമെങ്കിൽ റിസ്ക് കൂടുതൽ എടുക്കണം. അപ്പൊ റിസ്ക് എല്ലാം എടുക്കണം പറ്റണമെങ്കിൽ നല്ല രീതിയിൽ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് എന്താ പറയാ 10ാം ക്ലാസ് ഫെയിൽ ആയാലേ ഡിഗ്രി ഒന്നും ഇല്ലാതെ ഒരാളെ മാനേജർ ആക്കിയതിനെ കൊണ്ട് കാര്യമില്ല. പക്ഷെ ഗവൺമെന്റ് കമ്പനിക്ക് അങ്ങനെയല്ല. ഈവൻ SLC ഇല്ലെങ്കിലും ഡിഗ്രി ഇല്ലെങ്കിലും ഒന്നും ഗവൺമെന്റ് കമ്പനിക്ക് മാനേജർ പോസ്റ്റിൽ നിൽക്കുന്നതിനൊന്നും പ്രശ്നമില്ല. അവരെ എയിം പ്രോഫിറ്റ് ഒന്നുമില്ല. അപ്പൊ അതാണ് പറഞ്ഞത് ലാക്ക് ഓഫ് പ്രൊഫഷണൽ മാനേജ്മെന്റ്. We can't see such type of high professionals as in the case of government organization. അതെല്ലാം ഗവൺമെന്റ് കമ്പനിയുടെ ഒരു ഡിസഡ്വാൻറ്റേജസിൽ പറയുന്ന പോയിന്റ് ആണ്. അപ്പൊ ഇത്രയാണ് നമ്മളെ ഗവൺമെന്റ് പബ്ലിക് എന്റർപ്രൈസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. പബ്ലിക് എന്റർപ്രൈസ്, അതിൽ പബ്ലിക് എന്റർപ്രൈസിനെ 3 രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷനും പബ്ലിക് കോർപ്പറേഷനും ഗവൺമെന്റ് കമ്പനി. അപ്പൊ അതിൽ ഇവിടെ നിങ്ങൾ ഇതെല്ലാം ലാസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ ആ ഒരു ഇതുവരെ എടുത്ത അത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ ടേബിളിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാം കൊടുത്തിട്ടുണ്ട്. ടേബിളിന്റെ ഉള്ളിൽ ഇല്ലേ? ടേബിളിന്റെ ഉള്ളിൽ എന്തൊക്കെയാ കൊടുത്തേ നിങ്ങൾ നോക്കൂ എന്തൊക്കെയാണ്. ഈ ടേബിൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഫോർമേഷൻ എങ്ങനെ തുടങ്ങുന്നു എന്നുള്ള കാര്യം നോക്കാലോ. ബ്രീഫ് ഒന്ന് പെട്ടെന്ന് നോക്കി പോകാം. ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ ക്രിയേറ്റഡ് ബൈ ഗവൺമെന്റ് ആൻഡ് അറ്റാച്ച്ഡ് ടു എ പർട്ടിക്കുലർ മിനിസ്റ്റർ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാ. Then public corporation comes into existence by special act of state legislature. പിന്നെ വരുന്നത് ഗവൺമെന്റ് കമ്പനി ഫോംഡ് ബൈ മിനിസ്ട്രി അണ്ടർ ദി കമ്പനീസ് ആക്ട്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നമ്മൾ എല്ലാം ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ ഗവൺമെന്റിന്റെ അണ്ടറിൽ പെർട്ടിക്കുലർ മിനിസ്ട്രി ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ പബ്ലിക് കോർപ്പറേഷൻ ഗവൺമെന്റ് തന്നെ സ്പെഷ്യൽ ആക്ട് അല്ലെ പാർലമെന്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ സ്റ്റേറ്റ് അസംബ്ലിയിൽ സ്പെഷ്യൽ ആക്ട് പാസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ഗവൺമെന്റ് കമ്പനി ഫോംഡ് ബൈ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം ഫോം ചെയ്യുന്ന കമ്പനി മിനിസ്റ്റർ ഫോംഡ് ബൈ മിനിസ്ട്രി അണ്ടർ കമ്പനീസ് ആക്ട്. ദെൻ ലീഗൽ സ്റ്റാറ്റസ്. ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ നോ സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ്. അതായത് ആ പെർട്ടിക്കുലർ മിനിസ്ട്രീന്റെ അണ്ടറിൽ വരുന്നതായത് കൊണ്ട് തന്നെ അതൊരു പെർട്ടിക്കുലർ കമ്പനി എന്നൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് നോ സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ്. ആ മിനിസ്റ്റർ ആണ് അതിനുള്ള എല്ലാ റെസ്പോൺസിബിൾ പേഴ്സൺ. കമ്പനി വേറെ മിനിസ്റ്റർ വേറെ എന്നില്ല. മിനിസ്റ്റർ ഒരു മിനിസ്ട്രീന്റെ അണ്ടറിൽ വരുന്നതായത് കൊണ്ട് നോ സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ്. പക്ഷെ പബ്ലിക് കമ്പനിയും ഗവൺമെന്റ് കമ്പനിയും സെപ്പറേറ്റ് ലീഗൽ എന്റിറ്റി, അതൊരു വേറെ തന്നെയാണ്. മിനിസ്റ്റർ വേറെ കമ്പനി വേറെ. അപ്പൊ അത് വേറെ തന്നെ പേരിലൊക്കെ അറിയപ്പെടുന്നതാണ് ഈ പബ്ലിക് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ദെൻ മാനേജ്മെന്റ് മാനേജ്ഡ് ബൈ കൺസേൺഡ് മിനിസ്ട്രി ഓഫ് ഗവൺമെന്റ്. ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ മിനിസ്ട്രി ആണ് മാനേജ് ചെയ്യുന്നത്. പക്ഷെ പബ്ലിക് കോർപ്പറേഷനും ഗവൺമെന്റ് കമ്പനിയും മാനേജ്ഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് മാനേജ് ചെയ്യുന്നത്. ക്യാപിറ്റല് ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷന്റെ ക്യാപിറ്റല് ഹോളി കോൺട്രിബ്യൂട്ടഡ് ബൈ ഗവൺമെന്റ് ഫ്രം ബജറ്റ്. ബജറ്റിന്റെ അകത്തുനിന്നാണ് മുഴുവൻ എമൗണ്ടും ബജറ്റിന്റെ അകത്തുനിന്നാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പബ്ലിക് കോർപ്പറേഷൻ്റെ ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ബൈ ഗവൺമെന്റ്. പബ്ലിക് കോർപ്പറേഷൻ്റെ ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ബൈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് പബ്ലിക്കിന്റെ അടുത്ത് നിന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പബ്ലിക് കോർപ്പറേഷൻ്റെ. ദെൻ ഗവൺമെന്റ് കമ്പനീൻ്റെത് മിനിമം ഓഫ് 51% ബൈ ഗവൺമെന്റ്. ക്യാപിറ്റലില് 51% ഗവൺമെന്റ് സബ്സ്ക്രൈബ് ചെയ്യുന്നു. ബാക്കിയുള്ളത് എന്താണ്? ബാക്കിയുള്ള എമൗണ്ട് ആര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു?
പ്രൈവറ്റ് പേഴ്സൺ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ദെൻ സ്കോപ്പ് ഫോർ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷന്റെ കേസിൽ നോ സ്കോപ്പ് ഫോർ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. മുഴുവൻ എമൗണ്ടും ബജറ്റിലാണ് ഇതാക്കുന്നതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷന് സ്കോപ്പ് ഇല്ല. പക്ഷെങ്കിൽ പബ്ലിക് കോർപ്പറേഷന്റെ കേസിൽ നോ സ്കോപ്പ് ഫോർ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാല് ഇവിടെ ജനറൽ പബ്ലിക്കിന്റെ അടുത്ത് നിന്നാണ് മുഴുവൻ എമൗണ്ടും കളക്ട് ചെയ്യുന്നത്. അല്ലാതെ പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികളോ അങ്ങനെയല്ല. നമ്മളെ പോലുള്ള ആൾക്കാർ ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഇതാക്കുന്നത്. അതുകൊണ്ടാണ് നോ സ്കോപ്പ് ഫോർ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ് മുഴുവനായിട്ടും വരുന്നത്. ഇവിടെ സ്കോപ്പ് ഫോർ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഗവൺമെന്റ് കമ്പനിയുടെ കേസിൽ ഗവൺമെന്റ് ബാക്കി 49% പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ അത് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടല്ല കേട്ടോ. ഒരു ഇപ്പൊ സെലക്ട് ചെയ്ത ആൾക്കാരുടെ അടുത്ത് നിന്ന് മാത്രം പൈസ വാങ്ങിയിട്ട് അവരെ മാത്രം കമ്പനിന്റെ ഓണർഷിപ്പിലേക്ക് വിളിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അതാണ് ഗവൺമെന്റ് കമ്പനിയിൽ വരുന്നത്. അതാണ് സ്കോപ്പ് ഫോർ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ നാഷണൽ ഇന്റർനാഷണൽ ഉണ്ട്. ഇന്റർനാഷണൽ ആണ് ഞാൻ പറഞ്ഞത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. പുറമേ അതായത് നമ്മൾ ഇന്ത്യക്ക് എബ്രോഡിലുള്ള ആൾക്കാരതോ കമ്പനിയുടെ അടുത്തൊക്കെ പൈസ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഗവൺമെന്റ് കമ്പനിയുടെ കേസ് പറഞ്ഞത്. ദെൻ ഓപ്പറേഷൻ ഓട്ടോണമി. ഓപ്പറേഷൻ ഓട്ടോണമി എന്ന് പറഞ്ഞാൽ നോ ഓട്ടോണമി. അങ്ങനെ ഫ്രീഡം കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം ഒരു മിനിസ്ട്രിയുടെ ലെവലായത് വരുന്നത് കൊണ്ട് അങ്ങനെ ഫ്രീഡം കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പക്ഷെങ്കിൽ നമ്മൾ ഇവിടെ ഇത് രണ്ടിന്റെ കേസിലും ഗവൺമെന്റ് കമ്പനിയുടെ കേസിലും പബ്ലിക് എന്റർപ്രൈസസിന്റെ കേസിലും വർക്ക് ആസ് എൻ ഓട്ടോണമസ് ബോഡി. അതായത് ഇത് എന്താ പറയാ വേറെ തന്നെയുള്ള ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിന് കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഫ്ലെക്സിബിലിറ്റി നോക്കാം. സബ്ജക്ട് ടു ഗവൺമെന്റ് കൺട്രോൾ കംപ്ലീറ്റ്ലി. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റിന്റെ കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് ഫ്ലെക്സിബിലിറ്റി അങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെങ്കിൽ നമ്മൾ ബാക്കി രണ്ടിന്റെ കേസിൽ നമ്മൾ ഫ്ലെക്സിബിലിറ്റിയും ഇനീഷ്യേറ്റീവും ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മോർ ഫ്രീഡം ഉണ്ട്, മോർ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഗവൺമെന്റ് കമ്പനിയുടെ കേസിലും പബ്ലിക് കോർപ്പറേഷന്റെ കേസിലും. ദെൻ പബ്ലിക് അക്കൗണ്ടബിലിറ്റി. ആരോടാണ് അക്കൗണ്ടബിൾ എന്നുള്ളത്? അപ്പോ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് കേസിൽ ആ പെർട്ടിക്കുലർ മിനിസ്റ്റർ ലെജിസ്ലേച്ചർ അല്ലെ നിയമസഭയിൽ ആ ഒരു മിനിസ്റ്റർ ആണ് അതിന് അക്കൗണ്ടബിൾ ആയി മാറുന്നത്. പക്ഷെങ്കിൽ പബ്ലിക് കമ്പനിയുടെ കേസിൽ അക്കൗണ്ടബിൾ ടു ദി പബ്ലിക്കിനോടാണ് അക്കൗണ്ടബിലിറ്റി വരുന്നത്. കമ്പനിയുടെ പൈസ പബ്ലിക്കിന്റെ പൈസയാണ്. അതുകൊണ്ട് പബ്ലിക്കിനോടാണ് അക്കൗണ്ടബിലിറ്റി. ഇനി ഗവൺമെന്റിന്റെ കേസിൽ ഗവൺമെന്റ് കമ്പനിയുടെ കേസിലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലും പാർലമെന്റിലും ക്രിയേറ്റഡ് ബൈ ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഗവൺമെന്റ് കമ്പനി ആകുമ്പോൾ പാർലമെന്റിലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലും ഒക്കെയാണ് അക്കൗണ്ടബിലിറ്റി വരുന്നത്. ദെൻ ഓപ്പറേറ്റിംഗ് ഫിനാൻസ് ആൻഡ് ബോറോയിങ് പവേഴ്സ്. എങ്ങനെയാണ് പൈസ കിട്ടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ. ബജറ്ററി അലോക്കേഷൻ. ഫണ്ട് കിട്ടുന്നത് ബജറ്റ് ഓഡിയോ കട്ടായി പോകുന്നുണ്ടോ? ഓക്കെ, നെറ്റിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. കണ്ടിന്യൂസ് ക്ലാസ് അല്ലേ, അപ്പൊ നെറ്റ് സ്ലോ ആവുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പം കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ പറഞ്ഞു വന്നത് ഓപ്പറേറ്റിംഗ് ഫിനാൻസ് ആൻഡ് ബോറോയിങ് പവേഴ്സ് ആണ് പറഞ്ഞത്. പൈസ ഫണ്ട് എങ്ങനെയാ പ്രിക്യൂർ ചെയ്യുന്നത്. ബജറ്ററി അലോക്കേഷൻ. ബജറ്റിലുള്ള അലോക്കേഷൻ. ബജറ്റിലാണ് ഈ പറയുന്ന ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന് ഫണ്ടൊക്കെ മാറ്റി വെക്കുന്നത് ബജറ്റിലാണ്. പിന്നെ അതിന്റെ അകത്ത് കിട്ടുന്ന റവന്യൂ എന്തെങ്കിലും ആ ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന് എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അത് ട്രഷറിയിലേക്കാണ് അടക്കേണ്ടത്. ട്രഷറി കേട്ടോ, ട്രഷറിയിലേക്കാണ് ആ എമൗണ്ട് പോകുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇതില് പബ്ലിക് കമ്പനിയുടെ കേസിൽ മേക്ക് ഓൺ അറേഞ്ച്മെന്റ് എൻജോയ് ബോറോയിങ് പവേഴ്സ്. പബ്ലിക് കമ്പനി പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് ഷെയർ ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടാണ് ക്യാപിറ്റൽ പ്രിക്യൂർ ചെയ്യുന്നത്. അതുകൊണ്ട് സ്വന്തം രീതിയിലാണ് ഫണ്ട് അറേഞ്ച് ചെയ്യുന്നതെന്ന് പറയാം. പിന്നെ അതേപോലെ ഗവൺമെന്റിന്റെ കേസിൽ ഗവൺമെന്റ് ആണ് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. മേക്ക് ഓൺ അറേഞ്ച്മെന്റ്. സ്വന്തമായ രീതിയിൽ ഗവൺമെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. പ്രൈവറ്റ് പാർട്ടീസിന്റെ അടുത്ത് എന്താ പറയാ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എൻജോയ് ചെയ്യുന്നു. അങ്ങനെയാണ് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ സ്റ്റാഫിംഗ് ആൻഡ് ടേംസ് ഓഫ് സർവീസ്. സ്റ്റാഫിംഗ് എങ്ങനെയാണ് എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കേസിൽ എംപ്ലോയീസ് എന്ന് പറയുന്നത് സിവിൽ സർവന്റ് ആയിരിക്കും. ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കും. അതായത് PSCയോ അല്ലെ UPSC എക്സാം ഒക്കെ എഴുതി കിട്ടുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ എംപ്ലോയീസ് ആയിട്ട് വരുന്നത്. പക്ഷെങ്കില് ഗവൺമെന്റ് കമ്പനിയുടെ കേസിലും പബ്ലിക് കമ്പനിയുടെ കേസിലും എംപ്ലോയീസ് ആർ നോട്ട് സിവിൽ സർവന്റ്. എംപ്ലോയീസ് PSC എഴുതി കിട്ടി വരുന്നവരാവണമെന്നില്ല. എംപ്ലോയീസ് ഗവേൺഡ് ബൈ ഇറ്റ്സ് ഓൺ കോൺട്രാക്ട് ഓഫ് സർവീസ്. കമ്പനിയുടെ ആർട്ടിക്കിളിലൊക്കെ പറയുന്ന ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരെ കമ്പനിയിലെ ഡയറക്ടേഴ്സ് അവരൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതാണ് എംപ്ലോയീസ് ആർ നോട്ട് സിവിൽ സർവന്റ്. എംപ്ലോയീസ്
PSC എഴുതി ഗവൺമെന്റിന്റെ എംപ്ലോയീസ് ആകണമെന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് ഈ പറയുന്ന പബ്ലിക് എന്റർപ്രൈസ് ആയ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റും പബ്ലിക് കോർപ്പറേഷനും അതേപോലെ ഗവൺമെന്റ് കമ്പനിയും തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി. പിന്നെ ഇനി ഈ മൊഡ്യൂളില് ഇതിൽ വരുന്നത് നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ അറിയുന്ന ഒരു ടോപ്പിക്കാണ് ഇന്റർനാഷണൽ ബിസിനസ്. ഇന്റർനാഷണൽ ബിസിനസ്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, അതും കൂടി ഉണ്ട് ഈ ഒരു ബ്ലോക്ക് 2 അതും കൂടി വരുന്നുണ്ട്. ഇന്റർനാഷണൽ ബിസിനസ് എന്താണെന്നറിയോ? ഇന്റർനാഷണൽ ബിസിനസ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പ്രത്യേകിച്ച് മീനിങ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇന്റർനാഷണൽ ബിസിനസ് ഒന്ന് ആ ടേം തന്നെ നിങ്ങൾ മീനിങ് പറയാൻ വേണ്ടി പറ്റും. ഇന്റർനാഷണൽ ബിസിനസ്, ബിസിനസ് എന്ന് പറഞ്ഞാല് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ് അല്ലെ. ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർനാഷണൽ എല്ലാം ടേമിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റേണ്ടതാ. എന്താണ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാല്? ബിസിനസ്സിലെ ബിസിനസ് ബിറ്റ്വീൻ കൺട്രീസ് അല്ലെ. ബിസിനസ് ബിറ്റ്വീൻ കൺട്രീസ്, ബിസിനസ് ബിറ്റ്വീൻ 2 or more കൺട്രീസ്. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് റോ മെറ്റീരിയൽ യൂസ് ചെയ്ത്, ഇന്ത്യയിലുള്ള ഇന്ത്യയിലുള്ള എംപ്ലോയീസിനെ വെച്ച് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഇന്ത്യയിലുള്ള കസ്റ്റമേഴ്സിനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ ആ ബിസിനസ്സിനെ നമ്മൾ പറയുന്ന പേര് ഡൊമസ്റ്റിക് ബിസിനസ് എന്നാണ് പറയുക. ഡൊമസ്റ്റിക് ബിസിനസ്. ബിസിനസ് ബൗണ്ടറീസ് ആർ വിത്തിൻ ഇന്ത്യ അല്ലെ. നമ്മളെ കൺട്രിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മളെ കൺട്രിയിൽ തന്നെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ പഠിക്കുന്ന ടേം ഇന്റർനാഷണൽ ബിസിനസ് ആണ് പഠിക്കുന്നത്. ഇന്റർ മീൻസ് ബിറ്റ്വീൻ, നാഷണൽ കൺട്രി, ബിറ്റ്വീൻ 2 or more കൺട്രി. അതായത് ബിസിനസ് ക്യാരിഡ് ഓൺ ബിറ്റ്വീൻ കൺട്രീസ് ബിയോണ്ട് ദി ബൗണ്ടറീസ് ഓഫ് നാഷണൽ. നമ്മൾക്ക് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മള് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന പല പ്രോഡക്റ്റും ഇന്ത്യൻ മെയ്ഡ് ആവണമെന്നില്ല അല്ലെ. ഫോറിൻ മെയ്ഡ് പ്രോഡക്റ്റ് നമ്മൾ കോഫി പൗഡർ അടക്കം മോർണിംഗിൽ നമ്മൾ കുടിക്കുന്ന ടീ, കോഫി എല്ലാം നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണ്, യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് എല്ലാം നമ്മൾ ഇന്ത്യൻ. നിങ്ങൾ നോക്കിയാൽ മതി, അതിന്റെ പേര് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഫോറിൻ മെയ്ഡ് ആയിരിക്കും, മെജോറിറ്റി ഫോറിൻ മെയ്ഡ് തന്നെ ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇപ്പൊ ഇന്ത്യൻ പ്രോഡക്റ്റ് ആണോ ഫോറിൻ പ്രോഡക്റ്റ് ആണോ എന്നുള്ളതൊന്നും നമുക്ക് അറിയൂല അല്ലെ. അറിയോ? നിങ്ങളിപ്പം ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയോ ഇത് ഇന്ത്യൻ പ്രോഡക്റ്റ് ആണോ ഫോറിൻ പ്രോഡക്റ്റ് ആണോ എന്നുള്ളത് അറിയോ? ഇന്ത്യൻ പ്രോഡക്റ്റ് ഫോറിൻ പ്രോഡക്റ്റ് അങ്ങനെ നോക്കിയിട്ടാണോ നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങുന്നത്? ആണോ? ചിലപ്പോ നമ്മൾ പേര് പോലും നോക്കുന്നുണ്ടാവില്ല അല്ലെ. നമ്മൾക്കൊരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു, അതിന്റെ ക്വാളിറ്റി, അതിന്റെ പ്രൈസ് എല്ലാം നമ്മൾക്ക് ഫേവറബിൾ ആണെന്ന് തോന്നി, അപ്പൊ നമ്മൾ ഉടനെ പർച്ചേസ് ചെയ്യും. നമ്മൾ നോട്ട് ബോതേർഡ് അബൌട്ട് വെദർ ദീസ് പ്രോഡക്റ്റ് ആർ ഇന്ത്യൻ മെയ്ഡ് ഓർ ഫോറിൻ മെയ്ഡ്. നമ്മൾക്ക് ആസ് എ കൺസ്യൂമർ, എല്ലാവരും കൺസ്യൂമർ എന്ന ഭാഗത്ത് വെച്ചിട്ടാണ് പ്രോഡക്റ്റ് വാങ്ങുക. അപ്പൊ കൺസ്യൂമർ എപ്പോഴും ചിന്തിക്കുന്ന എന്താ? ക്വാളിറ്റി പ്രോഡക്റ്റ് ചീപ്പർ റേറ്റിന്, അതായത് നല്ല പ്രോഡക്റ്റ് വില കുറച്ചിട്ട് ആരാണോ തരുന്നത്, ഏത് കമ്പനി തരുന്നോ നമ്മൾ ആ കമ്പനീന്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും. അപ്പോ നമ്മൾ വാങ്ങുന്നതിൽ മെജോറിറ്റി നമ്മൾ ഫോറിൻ പ്രോഡക്റ്റ് ആയിരിക്കും വാങ്ങുന്നത്. അപ്പൊ ഈ ഫോറിൻ പ്രോഡക്റ്റ് ഒക്കെ നമ്മൾക്ക് അവൈലബിൾ ആകാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്. അപ്പൊ ഇന്റർനാഷണൽ ബിസിനസ് ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ പ്രോഡക്റ്റ് എങ്ങനെയാണോ കരുതുന്നത് അതേപോലെ നമ്മൾ ഫോറിൻ പ്രോഡക്റ്റും വാങ്ങുന്നത്. അപ്പൊ നിങ്ങൾക്ക് 1991 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി കേട്ടിട്ടില്ലേ? 1991 കേട്ടിട്ടുണ്ടോ? ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്ത ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല ഇല്ലാതിരിക്കില്ല. 1991 അതില് ഇൻവെന്റ് ചെയ്ത 3 ടെക്നിക് ആയിരുന്നു LPG. LPG എന്ന് പറയും. വാട്ട് ഈസ് L എന്ന് പറയുമ്പോൾ ഒന്നിന്റെ ഷോർട്ട് ഫോം ആണ്. ഏതിന്റെ ഷോർട്ട് ഫോം ആണ് LPG? LPG ഗ്യാസ് അല്ലേ? എന്താണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. യെസ്, അതാണ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയിലുള്ള 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താ പറയാ പ്രൊവിഷൻസ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാല്? ലിബറലൈസേഷൻ
ലിബറലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഇപ്പൊ വാല്യൂഷൻ ലിബറലൈസ് ചെയ്യുന്നെല്ലാം കേൾക്കുന്നില്ലേ? വാട്ട് ഈസ് ലിബറലൈസ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലിബറലൈസ്? ഉദാരമാക്കുക. യെസ്, എന്താ പറഞ്ഞത്? മനസ്സിലായിട്ടില്ല. ആ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ലിബറലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് ഫ്രീ ആക്കുക. ഞാൻ പറയാം, ലിബറലൈസേഷൻ കൊണ്ടുവരാനുള്ള കാരണം 1991 വരെ ഇന്ത്യയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനെല്ലാം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് വന്നത്. പെട്ടെന്ന് ബിസിനസ് തുടങ്ങാൻ പറ്റൂല. അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്, ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ട്. കുറെ സർട്ടിഫിക്കറ്റ് വേണം, രജിസ്ട്രാറുടെ അടുത്ത് നിന്ന് പെർമിഷൻ കിട്ടണം, രജിസ്ട്രേഷൻ നടക്കണം, അങ്ങനെ ഒരുപാട് ഫോർമാലിറ്റീസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ബിസിനസ്മാനും ബിസിനസ് തുടങ്ങണം എന്നുള്ള എന്താ പറയാ ആംബിഷൻ ഉണ്ടെങ്കിലും അവർക്കൊന്നും ബിസിനസ് തുടങ്ങാൻ സാധിച്ചിട്ടില്ല. അതായത് ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് പ്രൊസീജിയർ കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ബിസിനസിന്റെ നമ്പർ, ഇന്ത്യയിലുള്ള ബിസിനസ് യൂണിറ്റ് ഒക്കെ എടുത്തു നോക്കുമ്പോൾ 91 മുന്നേയുള്ള ബിസിനസിന്റെ എണ്ണമൊക്കെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ആ ബിസിനസിന്റെ റൂൾസ്, ബിസിനസ് തുടങ്ങാനുള്ള റൂൾസും ബിസിനസിന്റെ എന്താ പറയാ കോൺട്രാക്ട് ആക്ടിലൊക്കെ ഒരുപാട് റൂൾസ് വന്നത്. ശരിക്കും ബിസിനസ് തുടങ്ങേണ്ട നിയമങ്ങളല്ല ഇന്ത്യയിൽ ഉണ്ടായത്, ബിസിനസ് തടയേണ്ട നിയമങ്ങളായിരുന്നു ഉണ്ടായത്. ഇന്ന് ചെയ്യാൻ വേണ്ടി പറ്റൂല, നോ എന്ന് വരുന്ന കുറെ കാര്യങ്ങളാണ് കമ്പനീസ് ആക്ടിലൊക്കെ ഉണ്ടായത്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ബിസിനസ് ഒന്നും അധികം നമ്പർ ഒന്നും കുറവായിരുന്നു. അപ്പൊ ബിസിനസ്സിൽ തുടങ്ങാനുള്ള ലോ എല്ലാം ലിബറലൈസ് ചെയ്ത് കുറച്ചും കൂടി ഫ്രീ ആക്കി. കുറെ എന്താ പറയാ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ, നിയമങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് അബോളിഷ് ചെയ്തു, റിമൂവ് ചെയ്തു. എന്നിട്ട് ബിസിനസ് തുടങ്ങേണ്ട നടപടികൾ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തു. അതാണ് ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാല്. ദെൻ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാല് മെജോറിറ്റി കമ്പനികളും ഗവൺമെന്റിന്റെ കൺട്രോളിലായിരുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം, എല്ലാം ഗവൺമെന്റിന്റെ കൺട്രോളിൽ വരുമ്പോൾ എല്ലാം നഷ്ടത്തിലായിരിക്കും അല്ലെ? ഗവൺമെന്റിന് അങ്ങനെ ഒരു ബിസിനസ് മൈൻഡ് ഉള്ളതൊന്നും അല്ല, എങ്ങനെയെങ്കിലും നടന്നു പോകണമെന്നേ ഉള്ളൂ. അപ്പോ ഗവൺമെന്റിന്റെ കൺട്രോളിൽ ഉള്ളത് കൊണ്ട് തന്നെ പല മെജോറിറ്റി ബിസിനസ് ലോസിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോ നമ്മളെ ഗവൺമെന്റ് തീരുമാനം എടുക്കുന്നു, എന്താണ്? ട്രാൻസ്ഫർ ഫ്രം ഓണർഷിപ്പ് ഫ്രം ദി പാർട്ട് ഓഫ് ഗവൺമെന്റ് ടു പ്രൈവറ്റ്. Government open ownership for some important kind of business to private persons also. ആ ഒരു സമയത്താണ് നമ്മൾ LIC പോലുള്ള, ബാങ്ക് പോലുള്ള പല സ്ഥാപനങ്ങളും അതുവരെ ഗവൺമെന്റിന്റെ കൺട്രോളിലായിരുന്നെങ്കിൽ ഗവൺമെന്റ് അതിന്റെ ഓണർഷിപ്പ് അത് തുടങ്ങാനുള്ള ആർക്കും കൂടി തുറന്നു കൊടുത്തു, പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടി തുറന്നു കൊടുത്തു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള ഒരു ഒരു ബിസിനസ് അതേ സ്ഥാപനം പ്രൈവറ്റും തുടങ്ങാന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാര് അങ്ങനെ വെറുതെ തുടങ്ങൂല അല്ലെ? അവരെ മെയിൻ എയിം പ്രോഫിറ്റ് ആയിരിക്കും. അവര് നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് തുടങ്ങുക. അപ്പൊ കോമ്പറ്റീഷൻ ഉണ്ടാവും, ചെറിയ രീതിയിലുള്ള കോമ്പറ്റീഷൻ എങ്കിലും ഉണ്ടാവും. അപ്പൊ കൺസ്യൂമേഴ്സിന് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ചീപ്പർ റേറ്റിന് അവൈലബിൾ ആകും. അതാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാല്. പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ദെൻ ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാല് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി എവിടെ വേണമെങ്കിലും മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇപ്പം അമേരിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി ഇന്ത്യയിൽ കൊണ്ടുവരാം, ഇന്ത്യയിൽ സെയിൽ ചെയ്യാം. ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി വേറെ എവിടെ വേണമെങ്കിലും സെയിൽ ചെയ്യാം, മാർക്കറ്റ് ചെയ്യാം. പിന്നെ എംപ്ലോയീസിനെ വേണമെങ്കിൽ ഇവിടെ നിന്ന് റോ മെറ്റീരിയൽ എവിടെ നിന്ന് വേണമെങ്കിലും കൊണ്ടുവരാം, പിന്നെ എംപ്ലോയീസിനെ എവിടെ നിന്ന് വേണമെങ്കിലും കൊണ്ടുവരാം, ബിസിനസ് എവിടെ വേണമെങ്കിലും തുടങ്ങാം. അങ്ങനെ എല്ലാത്തിലും ഒരു ഗ്ലോബൽ അപ്രോച്ച് കൊണ്ടുവന്നു. മനസ്സിലാവില്ല? അതാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാല്. അപ്പൊ ഈ 3 പ്രൊവിഷൻ ആണ്, 3 ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പോളിസിയാണ് 1991 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്റർനാഷണൽ ബിസിനസ് ഇത്രത്തോളം ഡെവലപ്ഡ് ആയത്. അപ്പൊ ഇന്റർനാഷണൽ ബിസിനസിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി പറ്റുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ 2 ഡെഫിനിഷൻ ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു അക്കോർഡിംഗ് ടു ബോൾ, MC ക്ലൗഷ്, ജൂനിയർ, ഗ്രെറിംഗർ, മൈനർ ആൻഡ് MC നട്ട്. ഇതൊരു ഓഥർ ആണ്, ഇംഗ്ലീഷ് ഓഥർ ആണ് ഇത്. അപ്പൊ പേര് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഡെഫിനിഷൻ പഠിച്ചു നോക്കി. ഇത് വളരെ എളുപ്പത്തിലുള്ള ഒരു ഡെഫിനിഷൻ ആണ്. ഇന്റർനാഷണൽ ബിസിനസ് ഈസ് ബിസിനസ്, കാണുന്നില്ലേ ഞാൻ ഇവിടെ? ഈ ഒരു ഒറ്റൊരു സെന്റൻസേ ഉള്ളൂ. ഇന്റർനാഷണൽ ബിസിനസ് ഈസ് ബിസിനസ് whose activities are carried out across national border. അപ്പൊ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാല് ബിസിനസ് ആണ്, അതില്
ബിസിനസ് എവിടെയാണ്? ബിസിനസ് ക്യാരിഡ് ഔട്ട് അക്രോസ് നാഷണൽ ബോർഡർ. അപ്പൊ അവിടെ നാഷണൽ ബോർഡർ അല്ല, ബിയോണ്ട് നാഷണൽ ബോർഡർ കടന്നിട്ട് രണ്ട് കൺട്രികളൊക്കെ നടത്തുന്ന ബിസിനസിനെ പറയുന്ന പേരാണ് ഇന്റർനാഷണൽ ബിസിനസ്. അപ്പൊ ഇന്റർനാഷണൽ ബിസിനസിന്റെ മീനിങ് അറിയായിരിക്കും. ഇതന്നെയാണ് മീനിങ് വരുന്നത്. ഇതിന് വേറെ ഇവിടെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. അക്കോർഡിംഗ് ടു ഡാനിയൽസ് അല്ലെ, ഡാനിയൽസ്, റണ്ടൻബോസ് ആൻഡ് സുല്ലിവൻ 2008 കൊടുത്ത ഡെഫിനിഷൻ ആണ്. ഇന്റർനാഷണൽ ബിസിനസ് ഈസ് ഓൾ കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ, പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ്, സെയിൽസ്, ഇൻവെസ്റ്റ്മെന്റ്, ട്രാൻസ്പോർട്ടേഷൻ that take place between 2 or more countries. ഇപ്പൊ ഇന്റർനാഷണൽ ബിസിനസ്സിനെല്ലാം വരും. കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ എല്ലാം വരും, പ്രൈവറ്റ് വരും, ഗവൺമെന്റൽ ട്രാൻസാക്ഷൻ വരും, സെയിൽസ് വരും, ഇൻവെസ്റ്റ്മെന്റ് വരും, ട്രാൻസ്പോർട്ടേഷൻ വരും. ഇപ്പൊ നമ്മള് നമ്മള് കേരളത്തിൽ തന്നെ അല്ലെ, എന്താ പറയാ, UAE അങ്ങനെ സൗദി അറേബ്യ, അങ്ങനെ കുറെ ഫോറിൻ കൺട്രീസിന്റെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന പോകുന്ന എല്ലാം ഉണ്ട്. അതെല്ലാം നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ്സിൽ വരുന്നയാ. അപ്പൊ നിങ്ങൾ വിചാരിക്കുക വെറുതെ ബിസിനസ്, സാധനങ്ങൾ വാങ്ങുന്നു വിൽക്കുന്നു, അത് മാത്രമല്ല ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാല്. ഇന്റർനാഷണൽ ബിസിനസ്സിനെല്ലാം വരുന്നുണ്ട്. അതായത് കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ വരും. കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് വരുന്നുണ്ട്. അത് പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാര്, ഇപ്പൊ ഇന്ത്യയിലുള്ള ഒരു പ്രൈവറ്റ് കമ്പനി അമേരിക്കയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഇന്റർനാഷണൽ ബിസിനസ്സിൽ വരും. ഇപ്പൊ നമ്മള് കോവിഡിന്റെ സമയത്ത് അല്ലെ, COVID-19 സമയത്ത് നമ്മള് ഗവൺമെന്റ്, ഫോറിൻ ഗവൺമെന്റിന്റെ അടുത്ത് നമ്മളെ കോവിഷീൽഡ്, നമ്മള് മെഡിസിൻ, അതായത് കോവിഡിന്റെ മരുന്നുകളൊക്കെ വാങ്ങുന്നുണ്ട് അല്ലെ, മരുന്നുകളായിട്ടും ഓക്സിജനായിട്ടും ഒക്കെ ഫോറിൻ ഗവൺമെന്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അത് വാങ്ങുന്നുണ്ട്. അപ്പൊ അതും ഇന്റർനാഷണൽ ബിസിനസ്സിൽ വരുന്നയാ. വെറുതെ പ്രൈവറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സാധനം മാത്രമല്ല ഇന്റർനാഷണൽ ബിസിനസ്. ഗവൺമെന്റിന്റെ ബിസിനസ്സും ഇന്റർനാഷണൽ ബിസിനസ്സിൽ വരും. സെയിൽസ് വരുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് വരും. ഇൻവെസ്റ്റ്മെന്റ് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു. ഇന്ത്യയിലുള്ള ഒരു ഇൻഡിവിജ്വല് അമേരിക്കയിലുള്ള ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ നോക്കുക, അവിടെ രണ്ട് കൺട്രികളാണ് വരുന്നത്, ഇന്ത്യയും അമേരിക്കയും. അവര് തമ്മിലുള്ള ബിസിനസ്, ഒരാൾ ഇന്ത്യയിലുള്ള ഒരു കമ്പനി അമേരിക്കയിലുള്ള. അപ്പൊ അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതും ഇന്റർനാഷണൽ ബിസിനസ്സിൽ വരും. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ വരുന്നുണ്ട്, ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഫ്രീക്വന്റ് ആയിട്ട് എപ്പോഴും ഉണ്ട് അല്ലെ, ഫോറിൻ കൺട്രീന്റെ ഫ്ലൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്, അതൊക്കെ ഇന്റർനാഷണൽ ബിസിനസ് വരുന്നുണ്ട്. പക്ഷെ ഓർമ്മിക്കേണ്ടത് ദാറ്റ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ 2 or more country. അപ്പൊ അതില് രണ്ട് കൺട്രികൾ കൂടുതൽ ഉണ്ടാവും. അതാണ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഇന്റർനാഷണൽ ബിസിനസ് അങ്ങനെ ബുദ്ധിമുട്ടുള്ള ടോപ്പിക് ഒന്നും അല്ല. നമുക്ക് ഇവിടെ ഇന്റർനാഷണൽ ബിസിനസിന്റെ ഡെഫിനിഷനിൽ കൊടുത്ത കാര്യം തന്നെ ഇവിടെ പറയുന്നത്, ഓൾ കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ക്യാരിഡ് ഔട്ട് ബിയോണ്ട് ദി ബൗണ്ടറി ഓഫ് എ കൺട്രി. ഇപ്പൊ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയണമെങ്കിൽ ട്രാൻസാക്ഷൻ മസ്റ്റ് ബി ക്യാരിഡ് ബിറ്റ്വീൻ കൺട്രി. അത് ഒരു കൺട്രീന്റെ ഉള്ളിലാണെങ്കിൽ അതിനെ വി കാൻ സേ ദാറ്റ് ഈസ് ഇന്റർനാഷണൽ ബിസിനസ്. ഇൻ ഓർഡർ ടു സേ it is international business, commercial transaction must be carried between countries. കൺട്രികൾ തമ്മിലായിരിക്കണം ട്രാൻസാക്ഷൻ നടത്തേണ്ടത്. ദെൻ അതിൽ ട്രാൻസാക്ഷൻ എന്താന്നുള്ളത്, ട്രാൻസാക്ഷൻ മേ ബി ഇൻവെസ്റ്റ്മെന്റ്, പ്രൊഡക്ഷൻ, ട്രേഡ്, മാനേജ്മെന്റ് ബിറ്റ്വീൻ 2 or more country. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ വെറും സെല്ലിങ്ങും ബൈയിങ്ങും മാത്രമല്ല. നമ്മൾ പറഞ്ഞതെല്ലാം ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഹെഡിൽ വരുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് വരും, പ്രൊഡക്ഷൻ വരും, ട്രേഡ് വരും, മാനേജ്മെന്റ് വരും. അതൊക്കെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഹെഡിൽ വരുന്നതാണ്. പിന്നെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് സർവീസ് ആവാം, അല്ലെങ്കിൽ അതർ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അതർ ഹെൽപ്പ്, അതർ സർവീസ് ആവാം, എയ്ഡ് ടു ട്രേഡ് ആകാം, എയ്ഡ് ടു ട്രേഡ് ആവാം, എന്തും ആവാം. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രേഡ് ആവാം, സർവീസ് ആവാം, എയ്ഡ് ടു ട്രേഡ് ആവാം, എയ്ഡ് ടു സർവീസ് ആവാം. എയ്ഡ് എന്ന് പറഞ്ഞാൽ ട്രേഡിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ട്രാൻസ്പോർട്ടേഷനും ഇൻഷുറൻസും എല്ലാം ട്രേഡിനെ ഹെൽപ്പ് ചെയ്യുന്നതാ. ബാങ്കിങ് അല്ലെ, ബാങ്കിങ്ങിനെ ട്രേഡിനെ ഹെൽപ്പ് ചെയ്യാ. ട്രേഡ് ബിസിനസ് നടത്തണമെങ്കിൽ പൈസ വേണം. അപ്പൊ പൈസ ബാങ്ക് ലോണൊക്കെ